നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഹാ, ഇതെന്താ കരയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്? എന്താ അമ്മു, നീ വലിയ സന്തോഷത്തിലാണല്ലോ. അതെ രാജുവേട്ടാ, എത്രയോ ദിവസങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന സങ്കടങ്ങള് തീർന്നു കിട്ടിയതിന്റെ സന്തോഷം കൊണ്ടാ. സ്വാതിക്ക് നിന്നോട് പഴയ സ്നേഹമില്ലെന്ന സങ്കടമായിരുന്നല്ലോ നിനക്ക്. അതൊക്കെ മാറിയോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, നീ ആയിട്ട് സ്വാതി സങ്കടപ്പെടുത്തുന്നൊന്നും ചെയ്തിട്ടില്ലെന്ന്. അവളുടെ അവസ്ഥ നമുക്ക് അറിയാവുന്നതല്ലേ. അല്ല, ചേച്ചിക്ക് എന്നെ അദ്ദേഹത്തിന് ചേർത്ത് ചില സംശയങ്ങളുണ്ടായിരുന്നു. അമ്മു, സ്വാതിയോട് ആരെങ്കിലും അത് പറഞ്ഞതാണോ? ചേച്ചി ഒന്ന് മനസ്സ് തുറന്നു. ചേച്ചി സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാനും അദ്ദേഹം അതാണോന്ന് ഓർത്ത് പേടിച്ചതാ. പക്ഷേ ചേച്ചി അതൊന്നും അറിഞ്ഞിട്ടില്ല. ചേച്ചിയുടെ അവസ്ഥയെപ്പറ്റി ഓരോന്ന് പറഞ്ഞ് അദ്ദേഹം എന്റെ മുന്നിൽ വരുന്നതും ഞങ്ങളുടെ സംസാരവും ചേച്ചിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. സ്വാതിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യത കുറവാണല്ലോ. കവിത ചേച്ചി എന്തൊക്കെയോ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തലതല്ലി കരയുന്നത് കണ്ട് അദ്ദേഹം എന്നെ പിടിച്ചു മാറ്റിയത് മാത്രം ചേച്ചി കണ്ടു. എല്ലാം കൂടി ചേച്ചി വല്ലാതെ വിഷമിപ്പിച്ചു. ചേച്ചി കിടന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി എന്നുള്ള തോന്നലുകളായിരുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചത്? ചേച്ചി ഞങ്ങളെ വിളിച്ച് എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞപ്പോഴാ പിണക്കങ്ങളൊക്കെ മാറിയത്. സ്വാതിയുടെ മനസ്സെന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായല്ലോ. നീയും സഞ്ജു സംസാരിക്കുന്നത് കണ്ട് സ്വാതി തെറ്റിദ്ധരിച്ചെങ്കിൽ അവള് സത്യം തിരിച്ചറിഞ്ഞല്ലോ. അപ്പോ സഹിക്കാൻ കഴിയും അവൾക്ക്? പിണക്കം മാറിയെന്ന് കരുതി ആശ്വസിക്കൊന്നും വേണ്ട അമ്മു. വരാനിരിക്കുന്നതേ ഇതിനും വലിയ അബദ്ധ. കവിതപ്പച്ച ഒരു വശത്ത്, മറുവശത്ത് ആ ഡിക്റ്റേറ്റീവ്. കവിതപ്പച്ച ഒരു തെളിവിനായിട്ട് കിടന്ന് ഓടുക. എല്ലാ തെളിവുകളും ആ ഡിക്റ്റേറ്റീവിന്റെ കയ്യിലുണ്ട്. നിന്റെ കല്യാണക്കത്തുമായിട്ട് നടക്കയാള്. അല്ല, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ഒരു സംഭവത്തിൽ നിന്ന് സ്വാതി മനസ്സിലാക്കണം. സഞ്ജുവിനോട് വേറൊരു വിവാഹം കഴിക്കാൻ സ്വാതി പറയുന്നുണ്ടെങ്കിലും അവനെ ആർക്കും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ല. എനിക്കത് മനസ്സിലായി. അദ്ദേഹത്തിന്റെ മനസ്സറിയാനുള്ള ശ്രമമായിരുന്നു ചേച്ചിയുടേത്. അദ്ദേഹം ചേച്ചിക്ക് വാക്കും കൊടുത്തു. അതിനുശേഷം ചേച്ചിക്ക് സംശയങ്ങൾ തുടങ്ങിയത്. സഞ്ജനയെ വെച്ചും സഞ്ജുവിനെ അളക്കാൻ അവൾ ശ്രമം നടത്തുന്നുണ്ട്. എങ്ങനെ സ്വാതിക്ക് സഞ്ജുവിനെ മറക്കാൻ പറ്റും? ആർക്കെങ്കിലും അടർത്താൻ കഴിയുന്നതാണോ ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം? ചേച്ചി കിടപ്പിലായി പോകുന്നതിന് മുമ്പാണ് ആ സത്യം ചേച്ചി അറിയാൻ ഇടവന്നതെങ്കിൽ കാല് പിടിച്ച് മാപ്പിരക്കായിരുന്നു. ഈ അവസ്ഥയിൽ എനിക്കതിന് കഴിയില്ല. ചേച്ചി എന്നോട് ക്ഷമിക്കില്ല. അറിഞ്ഞ പിന്നെ ചേച്ചി പിന്നെ ഉണ്ടാവുമെന്ന് സംശയം. എല്ലാത്തിനും ഞാൻ നോക്കിയിട്ട് ഒരു പരിഹാരമേ കാണുന്നുള്ളൂ. എത്രയും വേഗം സ്വാതിയെ പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അലോപ്പതി ചികിത്സ കൊണ്ടൊന്നും ഫലമില്ലെന്ന് കരുതിയിരിക്കല്ല അമ്മ വേണ്ടത്. നീ എന്ന് പറഞ്ഞ പോലെ സ്വാതി ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോകണം. സ്വാതി എഴുന്നേൽപ്പിച്ച് നടത്താൻ നിനക്ക് കഴിഞ്ഞ പിന്നെ ഈ സത്യം അറിഞ്ഞാലും സ്വാതി നിന്നോട് ക്ഷമിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.